വെൺചെമ്പകപ്പൂ ചൂടിയ വാർത്തിങ്കളായി നീ ഇന്നലെ എൻ്റെ പൂവാടിയിൽ വിരുന്നു വന്നു. നറുമണം തൂകുന്ന പുലരൊളിയിൽ നിറമന്ദഹാസമായി നീ മറഞ്ഞു നിന്നു. പ്രണയം, പ്രണയഭാവങ്ങൾ ഓരോരുത്തർക്കും ഓരോ അനുഭൂതികളാകും പ്രണയം നൽകിയിട്ടുണ്ടാവുക. ഓർക്കും തോറും നറുമണം തൂകുന്ന ദിനങ്ങൾ എത്ര അടർന്നുപോയി. ഓരോ നക്ഷത്രജാതകർക്കും ഇന്നു മുതലുള്ള ഒരു വർഷക്കാലം എങ്ങനെയായിരിക്കും പ്രണയാനുഭവങ്ങളെന്ന് നമുക്ക് നോക്കാം. അശ്വതി, ഭരണി, മകം, പൂരം, മൂലം, പൂരാടം. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ ഉൾപ്രേരണയുണ്ടാകും. പ്രണയ പങ്കാളികളോടുള്ള പരിഭവങ്ങൾ വർദ്ധിക്കും. എന്നാലും ഒഴിവുനേരങ്ങൾ ഒരുമിച്ച് ചെലവഴിക്കാൻ കണ്ടെത്തും. ജീവിതത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ കൂടി വരുന്നതായി അനുഭവപ്പെടും. കാർത്തിക, രോഹിണി, ഉത്രം, അത്തം, ഉത്രാടം, തിരുവോണം. മനസ്സിലെ മുറിവുണക്കുന്ന പ്രണയകാലമാണ് വരാൻ പോകുന്നത്. എടുത്തുചാട്ടം ഒഴിവാക്കണം. രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നത് ഒഴിവാക്കണം. ചെറിയ പിണക്കങ്ങൾ പ്രണയത്തെ നെയ്തെടുക്കുന്ന പട്ടുനൂലുകളെന്ന് കരുതണം. മകേര്യം, തിരുവാതിര, ചിത്തിര, ചോതി, അവിട്ടം, ചതയം. മനസ്സിനിണങ്ങിയവരെ കണ്ടെത്തും. പുതിയ സൗഹൃദങ്ങളെ കരുതലോടെ കാണണം. വിവാഹ കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ വരും. മറ്റുള്ളവരുടെ പിന്തുണയുണ്ടാകും. അമിത ആത്മവിശ്വാസം പുലർത്താതെ നേരായ വഴിയിലൂടെ എല്ലാ കാര്യങ്ങളെയും കാണുക. പുണർദം, വിശാഖം, പൂരോരുട്ടാതി. പരുക്കൻ വാക്കുകൾ കടന്നു വരും. ജീവിത യാഥാർത്ഥ്യങ്ങളോടെടുക്കുമ്പോഴാണ് ചില പിന്തിരിഞ്ഞ നോട്ടങ്ങൾ ഉണ്ടാവുക. മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മധുരമനോഹര ഭാവി നിങ്ങൾക്കായി തുറന്നു വച്ചിട്ടുണ്ട്. ഹൃദയം തുറന്ന് സംസാരിക്കുക, സന്തോഷിക്കുക. പൂയം, ആയില്യം, അനിഴം, തൃക്കേട്ട, ഉത്രട്ടാതി, രേവതി. ധൈര്യപൂർവ്വം പങ്കാളിയോട് ഹൃദയം തുറക്കുക. വാക്കുകൾ മാധുര്യമാർന്നാകട്ടെ. വിവേകം വികാരത്തെ കീഴ്പ്പെടുത്തുന്ന ഘട്ടങ്ങളുണ്ടാകും. അവിടെയെല്ലാം സമചിത്തതയോടെ പ്രവർത്തിക്കുക. ഏറ്റവും മധുരതരമായ പ്രണയാനുഭവങ്ങൾക്കായി കാതോർക്കുക. പ്രണയം മധുരമാണ്.